ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് നെക്ക് പാറ്റേൺസാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് കൂടുതലും ഉപയോഗിക്കുന്ന നെക്ക് ഡിസൈൻസാണിത്. പണ്ടൊക്കെ നമ്മളെല്ലാ നെക്ക് ഡിസൈൻസും യൂസ് ചെയ്യുമായിരുന്നു, പല പല വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കുർത്തിയുടെ സ്റ്റൈലൊക്കെ മാറിയതുകൊണ്ട് നമ്മളുടെ നെക്കിൻ്റെ ഡിസൈനും അതനുസരിച്ച് മാറി. എല്ലാ നെക്ക് ഡിസൈൻസും ഇപ്പോൾ എല്ലാവരും വെക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന 5 നെക്കാണ് കാണിക്കുന്നത്. വേറെ കുറേ നെക്ക് ഡിസൈൻസ് ഉണ്ട്, അത് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാനിത് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ആദ്യമേ റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്കും എന്നും ട്രെൻഡ് തന്നെയാണല്ലോ. അപ്പോൾ നോർമലായിട്ട് നിങ്ങളുടെ കഴുത്തളവ് എത്രയാണോ അതനുസരിച്ച് ക്യാൻവാസിൽ മാർക്ക് ചെയ്യുക. ഞാൻ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിലും 5 ഇഞ്ച് ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് നെക്കിന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന നെക്കിനേക്കാളും ഒരു 1 ഇഞ്ച് ക്യാൻവാസാണ് രണ്ട് സൈഡിലും വിഡ്ത്തിലായാലും ലെങ്ത്തിലായാലും എക്സ്ട്രാ എടുക്കേണ്ടത്. ഞാൻ 5 ഇഞ്ചിൽ നെക്കിന് ലെങ്ത്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ 6 ഇഞ്ചിലൊരു ക്യാൻവാസ് പീപ്പ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? അതിലധികമാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒരു ഏകദേശ കണക്ക് പറഞ്ഞതാണ്. അതായത് നമ്മളെടുക്കുന്ന വിഡ്ത്തിനേക്കാളും ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് എക്സ്ട്രാ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എനിക്ക് വേണ്ട നെക്കിൻ്റെ അകലം 3 അത് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ ലെങ്ത്ത് 5 അതും മാർക്ക് ചെയ്ത് കൊടുത്തു. താഴെയും 3 ഉണ്ടോയെന്ന് തന്നെ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ഞാനിവിടെ മുകളിൽ ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ വരച്ച് കൊടുക്കുന്നത് നമ്മളിത് കട്ട് ചെയ്തിട്ട് അയൺ ചെയ്ത് എടുക്കുമല്ലോ, നമ്മളുടെ തുണിയിലേക്ക് അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് അളവിൽ കിട്ടുന്നതിനാണ് ഞാൻ അങ്ങനെ വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 2 സൈഡ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ആ 1 ഇഞ്ച് 2 സൈഡിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം, 1 ഇഞ്ച് വീതം. എന്നിട്ട് നമ്മൾ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ പോയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ എത്രയാണ് അതിൻ്റെ മിഡിൽ എന്ന് എടുക്കണം. അതായത് എനിക്കിപ്പോൾ 5 ഇഞ്ച് ആയതുകൊണ്ട് 2.5 ഇഞ്ച് വരും. ആ 2.5 ഇഞ്ചിൽ ഞാനൊരു പോയിൻ്റ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിലും ഇതേപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മുകളിൽ ഒരു 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് തന്നല്ലോ, ആ ഭാഗം കട്ട് ചെയ്ത് പോകാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഇതേപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പൊസിഷൻ മാറാതെ തന്നെ കട്ട് ചെയ്ത് കിട്ടും. അത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പ്രത്യേകം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം. റൗണ്ട് നെക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളൊരു വി നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാനൊരു 7 ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് വെക്കുന്നത്. വിഡ്ത്ത് എല്ലാത്തിനും ഞാൻ 3 ഇഞ്ചിലാണ് വെക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ അകലമെല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് ചെയ്യുക. ഞാൻ വി നെക്ക് ആയതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങനെ വരക്കാനേ ഉള്ളൂ. വി നെക്ക് സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന നെക്കാണ്, ബിഗിനേഴ്സിനാണെങ്കിൽ പോലും. ഇതേപോലെ എല്ലാത്തിൻ്റെയും മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് അകലം കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നെക്കാണ് വി നെക്ക്. വി നെക്ക് ഇപ്പോൾ നന്നായിട്ട് ട്രെൻഡായിട്ടുള്ളൊരു നെക്ക് കൂടിയാണ്. ഇനി അടുത്ത നെക്ക് നോക്കാം. ഞാൻ ഈ നെക്കിൽ താഴെ ഒരു ഹോളായിട്ട് കൂടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ലെങ്ത്ത് അത് നോക്കി വേണം, അതുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ 3.5 ഇഞ്ചിലാണ് ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തത്. ലെങ്ത്ത് ഞാൻ ആദ്യമേ ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുത്തു. അവിടെ ഒരു സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴേക്ക് ഒരു 2 ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ 5 ഇഞ്ചും 2 ഇഞ്ചും കൂടി ആയപ്പോഴത്തേക്കും എനിക്ക് 7 ഇഞ്ച് നെക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് അനുസരിച്ച് അത് കൊടുക്കുക. താഴെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് വേണം നിങ്ങളുടെ ടോട്ടൽ ലെങ്ത്ത് കുറച്ചിട്ട് മുകളിലത്തെ ബോക്സ് വരച്ചെടുക്കാനായിട്ട്. ടോട്ടൽ എനിക്കിപ്പോൾ 7 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് വിഡ്ത്തിലും 2 ഇഞ്ച് ലെങ്ത്തിലുമാണ് താഴത്തെ ബോക്സ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെയും നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് താഴേക്ക് നീട്ടി വരച്ച് ഇതേപോലെ ഒരു ഷേപ്പിലാണ് ഞാൻ താഴെ ആ ബോക്സിൽ വരച്ച് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ഷേപ്പാണെങ്കിലും വരച്ച് കൊടുക്കാവുന്നതാണ്. വി ഷേപ്പോ ഡയമണ്ട് ഷേപ്പോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ വരച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നെക്കൊന്ന് 1 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. ഷേപ്പ് ചെയ്ത് അതേപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം.
ഈ നെക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കാലപ്പ് നെക്കാണ്. അത് നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. വി നെക്കിൽ ചെയ്യാറുണ്ട്, റൗണ്ട് നെക്കിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഞാനിപ്പോൾ വി നെക്കിലാണ് ആദ്യമേ ചെയ്യുന്നത്. 3 ഇഞ്ചിൽ ഞാൻ വിഡ്ത്ത് അടയാളപ്പെടുത്തി. ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് 7 ഇഞ്ചിലാണ്. നമുക്ക് വേണ്ട കറക്റ്റ് ലെങ്ത്ത് എത്രയോ അത് അടയാളപ്പെടുത്തിയാൽ മതിയാവും. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഞാൻ ഇതേപോലത്തെ ഒരു റൗണ്ട് ഒരു ടിന്നിൻ്റെ മൂടിയാണ് ഇതിൽ വരക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ വരക്കാൻ യൂസ് ചെയ്യാൻ നമുക്ക് കോയിൻസൊക്കെ വെച്ച് വരക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് അകലത്തിൽ ഇതേപോലെ ഒരു വര കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ നിന്ന് കറക്റ്റ് നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ വെച്ചിട്ടാണ് ഞാൻ റൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒന്നുകൂടി ഇത് സൂം ചെയ്ത് കാണിക്കാം. കറക്റ്റ് ആ പോയിൻറ്റിൽ ഇതേപോലെ ഒന്ന് വെക്കുക. എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വരക്കാം. ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെ വെക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ വെക്കുക. നമ്മൾ ആ വരച്ച വരയുണ്ടല്ലോ താഴെ, ആ വരയിൽ മുട്ടിച്ച് വേണം ഈ ലിഡൊന്ന് വെച്ചിട്ട് വരച്ചെടുക്കാനായിട്ട്. കറക്റ്റ് ഇതേപോലെ മുട്ടിച്ച് തന്നെ വരക്കുക. താഴെ നിന്ന് വരക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുകളിൽ നിന്ന് വരച്ചാൽ നമുക്ക് താഴത്തെ അളവ് ചിലപ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടില്ല. മുകളിൽ നമുക്ക് അത് ഷോൾഡർ കടിക്കുമ്പോൾ അഡ്ജസ്റ്റായി പോകും, പക്ഷേ താഴെ അത് കറക്റ്റായിട്ട് കിട്ടില്ല. അതിനുശേഷം ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഭാഗം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ശ്രദ്ധിച്ച് റൗണ്ട് അല്ലാണ്ട് കട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് അടിക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ലോണം ശ്രദ്ധിച്ച് തന്നെ പിൻ ചെയ്ത് വെച്ചിട്ട് സ്ലോയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തത് ഈ സ്കാലപ്പ് നെക്കിൽ തന്നെ നമ്മൾ റൗണ്ട് വരുന്നൊരു മോഡലിലാണ് ചെയ്യുന്നത്. റൗണ്ട് വരുന്നതിൽ ചെറിയൊരു ഹോൾ കൂടി വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കഴുത്തകലം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ലെങ്ത്ത് ഒരു 4.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. നമ്മൾ താഴെ ഒരു ഹോൾ കൂടി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മളുടെ കഴുത്തകലം കുറച്ച് മാർക്ക് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഒരു സെൻറ്ററിൽ ഞാൻ മിഡിൽ പോയിൻ്റ് ഒന്ന് എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു റൗണ്ട് വരച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ താഴെ കൂടി ഒരു ഹോൾ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം മുകളിലത്തെ ഇതേപോലെ സ്ക്വയർ വരക്കാൻ. ഞാനിപ്പോൾ 4.5 ഇഞ്ചും താഴെ ഒരു 2 ഇഞ്ചും കൂടെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 6.5 ഇഞ്ചിൽ ടോട്ടൽ നെക്കിൻ്റെ ലെങ്ത്ത് വരും. എന്നിട്ട് 2 സൈഡ് ഇതേപോലെ ഓരോ ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ റൗണ്ട് കറക്റ്റ് ആ 1 ഇഞ്ച് ഇപ്പോൾ വരച്ചല്ലോ ആ വരയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും. താഴത്തെ മാത്രമാണ് നമ്മളിങ്ങനെ കറക്റ്റ് ആ 1 ഇഞ്ചിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അളവിൽ വേണം അടുത്തതെല്ലാം വെച്ച് കൊടുക്കാനായിട്ട്. റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു വര ഒന്ന് വരച്ചിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ മുട്ടി ഇതേപോലെ റൗണ്ട് വരച്ചെടുത്ത് കൊടുക്കുക. ആദ്യത്തെ മാത്രം നമ്മൾ ആ വരച്ച വരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഒരു ഹോൾ വെക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിന് വേണ്ടി നമ്മളൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്താൽ 3/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരക്കുക. റൗണ്ട് ചെയ്ത് വരക്കുമ്പോൾ നമ്മളുടെ ലിഡ് അധികം കയറ്റി വെക്കേണ്ട, ഒരു 1/4 ഇഞ്ച് വരുന്ന രീതിയിൽ മാത്രം വെച്ചിട്ട് വരക്കുക. ഇത് മടക്കിയിട്ട് വരക്കുന്നതുകൊണ്ട് നമ്മൾ അധികം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിവർത്തി കഴിയുമ്പോൾ അത് വലിയ ഹോളായി പോകും. അതുകൊണ്ടാണ്. എന്നിട്ട് ഫസ്റ്റ് വരച്ച റൗണ്ടല്ല, അതിൽ നിന്ന് ഈ താഴെ വരച്ച റൗണ്ടിലേക്ക് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഹോൾ കൂടി വരക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് വരച്ചിരിക്കുന്നത് ഒന്ന് കുറച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഒരു ഇഞ്ചോളം കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ആദ്യത്തെ റൗണ്ട് വരക്കാനായിട്ട്. അപ്പോൾ താഴത്തെ റൗണ്ടും കൂടി വരുമ്പോഴത്തേക്കും ആ ഹോളും കൂടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 6.5 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടും. എന്നിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത്, ഞാൻ എല്ലാ വീഡിയോയിലും നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിലാണ് ഇങ്ങനെ ക്യാൻവാസിൻ്റെ ഭാഗം വരക്കുന്നത്. ഇതിൽ ഞാൻ നേരെ റൗണ്ടായിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു നെക്കാകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ഷേപ്പിൽ വരക്കുമ്പോഴത്തേക്കും നമുക്ക് അടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാൻ പറ്റും. എന്നാലും ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തുകൂടെ എടുക്കാം. ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ ഒരു 1/4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഹോളിൻ്റെ ഭാഗം ഞാൻ അങ്ങനെ തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോവാതെ അത് നന്നായിട്ട്
കറക്റ്റ് ചെയ്ത് തന്നെ കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ അയേൺ ചെയ്ത് ഇടുമ്പോഴേക്കും നമ്മൾക്ക് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. നെക്കിൻ്റെ വിഡ്ത്ത് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഇഞ്ചിൽ തന്നെ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ അയേൺ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നെക്കിൻ്റെ അകലം മാറാനും 3 ഇഞ്ചിൽ നിന്ന് 3.5 ആവാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ അയേൺ ചെയ്തെടുക്കുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം, അതായത് മുകളിലത്തെ ഒരു 1/4 ഇഞ്ചിൽ നമ്മളങ്ങനെ വരച്ച് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ 5 നെക്ക് കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നെക്കായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.